ഇനി മുതിർന്ന നേതാവ് PJ കുര്യൻ നടത്തിയ വിമർശനത്തിൽ യൂത്ത് കോൺഗ്രസിൽ കടുത്ത അതൃപ്തി ഇപ്പോഴും നിലനിൽക്കുകയാണ്. വിമർശനം സദുദ്ദേശപരമെന്ന് കരുതാൻ സൗകര്യമില്ല എന്നാണ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. നേതാക്കളുടെ വാട്സ്ആപ്പ് കൂട്ടായ്മയിൽ പങ്കുവച്ച ഈ ശബ്ദ സന്ദേശം ഇന്ന് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടിരുന്നു. അതേസമയം ഉന്നയിച്ച വിഷയങ്ങളിൽ നിന്നും പിന്നോട്ടില്ല എന്ന സന്ദേശമാണ് PJ കുര്യന്റെ ഇന്നത്തെ പ്രതികരണവും വ്യക്തമാക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തോടെ സംസ്ഥാനത്ത് UDF അനുകൂല സാഹചര്യമെന്ന് വിലയിരുത്തുന്നു യൂത്ത് കോൺഗ്രസ്. മാത്രമല്ല, കോട്ടയം മെഡിക്കൽ കോളേജ് സംഭവത്തോടെ സംസ്ഥാനത്താകെ യൂത്ത് കോൺഗ്രസ് സമരരംഗത്ത് സജീവമാവുകയും ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് 3 മാസം മാത്രം ബാക്കി നിൽക്കെ ലക്ഷ്യത്തെ വഴിതിരിച്ചു വിടാനേ വിമർശനം ഉപകരിക്കൂ എന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. സദുദ്ദേശപരമായിട്ടൊക്കെ എടുക്കാമായിരുന്നു. നമ്മുടെ ഒരു മീറ്റിംഗിൽ വന്നിട്ട് നമ്മളെ പോസിറ്റീവായിട്ട് പറയുന്നതാണെങ്കിൽ നമ്മൾ സദുദ്ദേശപരമായിട്ട് എടുത്തേനെ. ഇത് ഇത്രയും ചാനലുകളുടെ മുന്നിൽ വെച്ച് പറയുന്നതിനെ എങ്ങനെ സദുദ്ദേശമെന്ന് വിശ്വസിക്കാൻ തൽക്കാലം താല്പര്യമോ സൗകര്യമോ ഇല്ല. ചുരുക്കത്തിൽ മാധ്യമങ്ങളിലൂടെ വിമർശനം രാഷ്ട്രീയ ശത്രുക്കൾക്ക് ആയുധമാക്കി മാറ്റാനുള്ള ശ്രമമാണ് ഉണ്ടായതത്രേ. ഇതിനിടെ വിമർശനത്തിന് കൂടുതൽ വ്യക്തത വരുത്തി PJ കുര്യൻ രംഗത്ത് വന്നു. ഞാൻ പറഞ്ഞതിനകത്ത് ദുരുദ്ദേശപരമായി ഒന്നുമില്ല, ആരെയും വിമർശിച്ചിട്ടില്ല. പാർട്ടിയുടെ താല്പര്യം നോക്കി എനിക്ക് ബോധ്യമുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ്. എല്ലാ പഞ്ചായത്തുകളിലും മിനിമം 25 പേരുള്ള യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഉണ്ടാകേണ്ടത് ഇലക്ഷൻ ജയിക്കാൻ ആവശ്യമാണെന്ന് വിശ്വസിക്കുന്നതാണ്. അധ്യാപകൻ കൂടിയായിരുന്ന മുതിർന്ന നേതാവിന്റെ വിമർശനത്തെ നല്ല ഉദ്ദേശത്തോടെ മാത്രം കണ്ടാൽ മതിയെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. അത് ആരെയും കുറ്റപ്പെടുത്തിയതല്ല. കുറച്ചുകൂടി എല്ലാ പ്രവർത്തന രംഗത്തും യൂത്ത് കോൺഗ്രസും ഒക്കെ സജീവമാകണം എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അത് അദ്ദേഹത്തെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. ക്ഷുഭിത യൗവനത്തെയല്ല, വിവേകമുള്ള പ്രവർത്തകരെയാണ് സംഘടനയ്ക്ക് വേണ്ടതെന്ന് ജില്ലാ പ്രസിഡന്റ് പ്രതികരിച്ചു. വിമർശനത്തെ ഉൾക്കൊള്ളുന്നുവെന്ന ആമുഖത്തോടെയായിരുന്നു പ്രതികരണം. ഇപ്പോഴത്തെ നിലയിൽ ഒരു അഗ്രസീവ് യൂത്തിനേക്കാളും യങ്സ്റ്റേഴ്സിനേക്കാളും കൂടുതലായി ഞങ്ങൾക്ക് ആവശ്യം സെൻസിബിൾ ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിനെയാണ്. അത് വിവേകമുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിനെയാണ് ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടനയിലേക്ക് വെൽക്കം ചെയ്യുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ അനുകൂലിച്ചും എതിർത്തും പോസ്റ്റുകൾ സജീവമാണ്. ഇതിനിടെ നേതാക്കൾക്കെതിരെ നിരന്തരം പരാമർശം നടത്തുന്നുവെന്നാരോപിച്ച് പന്തളം തെക്കേക്കര മണ്ഡലം പ്രസിഡന്റ് ടിജോ സാമുവേലിനെ തൽസ്ഥാനത്തു നിന്നും യൂത്ത് കോൺഗ്രസ് നീക്കി. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.